നമസ്കാരം. SV ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ SV ചാനൽ എന്ന് പറയുന്ന ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നമ്മളോടൊപ്പം കൂടുകയും ചെയ്യുക. നിങ്ങൾക്കുണ്ടാകുന്ന തർക്കങ്ങളും അഭിപ്രായങ്ങളും കമൻ്റായി രേഖപ്പെടുത്തുക. അതിപ്പോൾ എന്താണെങ്കിലും. ഇനിയിപ്പോൾ നമ്മൾ കാര്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെ ഒരുപാട് നോക്കുന്ന സമയത്ത് അതിൽ ഒരാൾക്ക് കിട്ടിയൊരു 8ൻ്റെ പണിയുണ്ട്. ആ 8ൻ്റെ പണി കിട്ടിയത് മറ്റാർക്കുമല്ല, മറുനാടൻ ഷാജൻ സ്കറിയൊക്കെയാണ്. എന്താണ് ആ 8ൻ്റെ പണി എന്ന് ചോദിച്ചാൽ സംഭവം സിമ്പിളാണ്. ഈ ഷാജൻ സ്കറിയ ഒരിക്കൽ വയനാട്ടിലേക്ക് പോകുന്നു. വയനാട് കൽപ്പറ്റ എന്ന് പറയുന്ന സ്ഥലം. എന്തുകൊണ്ട് കൽപ്പറ്റ തിരഞ്ഞെടുത്തു എന്നുള്ളത് എനിക്ക് അറിയില്ല. പക്ഷെ അത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് മറുനാടൻ ഷാജൻ എന്നു മുതലാണ് ഈ സർക്കാരിനെ അനുകൂലിച്ചുകൊണ്ട് വാർത്തകൾ ചെയ്യാൻ തുടങ്ങിയത് എന്നൊരു സംശയം ഏതൊരു മലയാളിയെയും പോലെ എനിക്കും തോന്നി. കാരണം വേറൊന്നുമല്ല, അദ്ദേഹം അവിടേക്ക് എത്തുന്നു. കാര്യം ശരിയാണ്. കാര്യം അവിടെ ഈ സർക്കാരിനെ എങ്ങനെ ഈ കൽപ്പറ്റ സന്ദർശനവുമായി ബന്ധിപ്പിക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. ഈ കൽപ്പറ്റ ടൗണിൽ തന്നെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ ചൂരൽമല ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ടിട്ട് മുണ്ടക്കയിലൊക്കെ താമസിച്ചിരുന്നവർക്കുള്ള ടൗൺഷിപ്പ് ഒരുക്കുന്നത് കൽപ്പറ്റയിലാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് എങ്ങനെയെങ്കിലും ഇതിനകത്തൊരു സർക്കാർ വിരുദ്ധതയുണ്ടോ എന്ന് കണ്ടെത്താനായിരിക്കും ഈ മറുനാടൻ ശ്രമിച്ചത്. ഷാസ്കറി ഒരുപക്ഷെ അതിനുവേണ്ടി ശ്രമിച്ചിട്ടുണ്ടാവാം. അപ്പം അദ്ദേഹം അവിടെ ചെല്ലുന്ന സമയത്ത് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം ഊർജ്ജസ്വലമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടേക്ക് ചെല്ലുമ്പോൾ അതിൻ്റെ കൺസ്ട്രക്ഷൻ നടക്കുന്നത് നമുക്ക് കാണാം. രാഹുൽ മാങ്കുടത്തിൽ വണ്ടി ചോദിച്ചില്ലേ, ഒരു ചെറിയ വീട് വെക്കാൻ, ഈ മാതൃകാ വീടൊക്കെ പുറത്തേക്ക് വന്ന സമയത്ത് അതിൻ്റെ ഒരു ഡിസ്പ്ലേ ഒക്കെ നടക്കുന്ന സമയമുണ്ടല്ലോ. ആ സമയത്ത് പറഞ്ഞു ഇങ്ങനൊരു വീട് വെക്കാൻ എന്തിനാണ് ഇത്ര ലക്ഷം രൂപ എന്ന് ചോദിച്ചു രാഹുൽ മാങ്കൂട്ടത്തിൽ. അപ്പോൾ ചോദിച്ചു നിങ്ങൾക്ക് എങ്ങനെ അറിയാം ഇതിന് ഈ വിലയ്ക്ക് നിൽക്കില്ല എന്നുള്ള കാര്യം? അത് നമ്മളൊക്കെ വീടൊക്കെ വെപ്പിച്ചിട്ടില്ലേ, അതുകൊണ്ട് നമുക്കറിയാം ഇങ്ങനെ വീട് വെക്കണം എത്ര വേണമെന്നുള്ളത്. അവരാകെ വെച്ചു കൊടുത്ത വീട് മറിയച്ചേട്ടത്തേക്ക് മാത്രമാണെന്ന് നമുക്കറിയാം. ഇതുവരെ വീടിന് വേണ്ടി പിരിച്ച കാശ് യൂത്ത് കോൺഗ്രസ്സുകാർ ഏത് വഴിക്ക് പുട്ടടിച്ച് തീർത്തു എന്നുള്ളതിനെ കുറിച്ചും നമുക്കറിയില്ല. അത് വേറൊരു സത്യം. അപ്പോൾ അങ്ങനെ അവിടെ ചെന്ന് വീടിൻ്റെ പണിയൊക്കെ ഇദ്ദേഹം നോക്കിയപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ നല്ല വീതിയിൽ അടിയിൽ നിന്നേ ഒരു പില്ലർ വാർത്ത് മേലോട്ട് കൊണ്ടുപോകുന്നത്. ഈ പില്ലറിൻ്റെ ബലത്തിലാണ് ഈ വീടുകൾ നിർമ്മിക്കുന്നത്. എന്ന് വെച്ചാൽ അവിടെയുള്ള പലരോടും ചോദിച്ചു നോക്കി, എന്തെങ്കിലും ഒരു നെഗറ്റീവ് വേണമല്ലോ, നെഗറ്റീവ് ഇല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അപ്പോൾ അവിടെയുള്ള പലരോടും ചോദിച്ചു. അപ്പോൾ ഒരാൾ പറഞ്ഞ അഭിപ്രായം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ജെനുവിനാണെന്ന് തോന്നി. അദ്ദേഹത്തിന് കുറച്ച് വലിയ കുടുംബമാണ്. ആ വലിയ കുടുംബത്തിൽ താമസിക്കാൻ പറ്റുന്ന രീതിയിൽ ഈ പില്ലറിന് ഉപയോഗിച്ച കാശും കൂടെ അത്രയും ആ പില്ലറിൻ്റെ ബലം കുറച്ചിട്ട് അവിടെ ഒരു മുറി കൂടി കൊള്ളാമായിരുന്നു. ഇപ്പം 2 മുറിയും കിച്ചണും അതോടൊപ്പം വർക്ക് ഏരിയ, ബാത്റൂമുകൾ, ഇങ്ങനെയുള്ള സംഭവങ്ങൾ മാത്രമാണ് ഇപ്പോൾ ആ വീടിനുള്ളത്. ഒരു മുറി കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ വലിയ കുടുംബങ്ങൾക്ക് താമസിക്കാൻ കഴിയുമായിരുന്നു എന്നൊരു അഭിപ്രായം അദ്ദേഹം പറഞ്ഞു. അത് വളരെ ജെനുവിനായി നമുക്ക് തോന്നി. ഇത്രയും ബലം അവിടെ ആവശ്യമില്ല. എന്നവിടെ BJPയുടെ ഒരാളെ കൂടി കണ്ടു. BJPയുടെ ഒരു പ്രവർത്തനെ കൂടി മറുനാടൻ പോയി കണ്ടു. ഈ BJPയുടെ പ്രവർത്തനെ കണ്ടപ്പോഴും അദ്ദേഹത്തിന് പറയുന്ന ഒരു മുറി കൂടി എടുക്കാൻ പറ്റുന്ന തരത്തിലേക്ക് മുകളിൽ ഈ ചരിച്ചു വാർക്കാതെ നേരെയാണെങ്കിൽ ഒരു മുറി കൂടി മേളിൽ സൗകര്യപ്രദമായി അവർക്ക് വെക്കാമായിരുന്നു എന്ന ഒരു അഭിപ്രായം. അപ്പോൾ ഇവർ രണ്ടുപേരും പറയുന്നത് ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്, ഇവിടെ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ കൊണ്ട് ഞങ്ങൾ വളരെ സന്തുഷ്ടരാണ്, ഇത് നല്ല രീതിക്കാണ് വർക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കൂടി വന്ന ഡിസംബർ മാസം അല്ലെങ്കിൽ ജാനുവരിയോട് കൂടി തന്നെ ഇതിലെ വീടുകൾ പലർക്കും ഈ പറയുന്ന ദുരിതം അനുഭവിക്കുന്നവർക്ക് തുറന്നു കൊടുക്കാൻ സാധിക്കും, അവർക്ക് ഉദ്ഘാടനം നടന്ന് അവർക്ക് താക്കോൽ കൈമാറാൻ സാധിക്കുമെന്ന് തന്നെയാണ് അവർ പലരും അഭിപ്രായപ്പെടുന്നത്. ഈ പറയുന്ന പോലെ വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് ഷാജന്. പുള്ളി ചിന്തിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു പണിയും നടക്കുന്നില്ല, അവിടെ ആകപ്പാടെ പ്രശ്നത്തിലാണ്, സർക്കാർ ഈ കിട്ടിയ കാശ് മുഴുവൻ വെറുതെ കളയുകയാണ്. അപ്പോൾ ഊരാളുങ്കൽ സൊസൈറ്റി എന്ന് പറയുന്നത് ലേബർ സൊസൈറ്റി ശരിക്കും നല്ല രീതിക്കാണ് അവിടെ പണി ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇനിയിപ്പോൾ അടുത്ത് ബിൽഡിംഗ് മെറ്റീരിയലിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് അറിയണമല്ലോ. അപ്പോൾ ബിൽഡിംഗ് മെറ്റീരിയൽ എന്തൊക്കെയുള്ള സാധനങ്ങളാണ് എന്നതിനെക്കുറിച്ചും ചോദ്യം വന്ന സമയത്ത് പറഞ്ഞു ഈ ബിൽഡിംഗ് മെറ്റീരിയൽ ടാറ്റാ സ്റ്റീലിൻ്റെ റോഡുകൾ ഇട്ടിട്ട് തന്നെയാണ്, അതായത് കമ്പികൾ ഉപയോഗിച്ചിരിക്കുന്ന ടാറ്റാ സ്റ്റീലിൻ്റെ തന്നെയാണ്. ബിൽഡിംഗ് മെറ്റീരിയൽ എല്ലാം അത്രത്തോളം സ്ട്രോങ് ആയിട്ടുള്ള സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത്. അതോടൊപ്പം ഇൻറ്റീരിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൈലാണെങ്കിലും ബാത്റൂം ഫിറ്റിങ്സുകളെല്ലാം വളരെ എന്താ പറയുക നിലവാരമുള്ള കമ്പനികളിൽ നിന്ന് വരുത്തുന്ന സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചും പറഞ്ഞു. ഒടുവിൽ ഷാജിന് സമ്മതിക്കേണ്ടി വന്നു. ഷാജിന് അടുത്ത വീട്ടിലേക്ക് കയറിയിട്ട് നിർമ്മാണം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന വീട്ടിലേക്ക് കയറിയിട്ട് പറഞ്ഞു വളരെ വിശാലമായ അടുക്കളയാണ് ഉള്ളത്. അപ്പോൾ അടുക്കളയിലെ കാര്യങ്ങളെല്ലാം പറയുന്നു. അത് വളരെ വിശാലമായ അടുക്കളയാണ്, ഒരുപാട് പേർക്ക് അവിടെ നിന്ന് പെരുമാറാൻ കഴിയുന്ന തരത്തിലുള്ള വലിപ്പമുള്ള അടുക്കള എന്നുള്ള നിലയിൽ തന്നെയാണ് അത് കാണുന്നത്. മുറികൾക്കെല്ലാം സാധാരണ ഒരു വീട് വെക്കുമ്പോൾ എത്ര വിസ്തൃതി ഉണ്ടാകുമോ അത്രത്തോളം വിസ്തൃതിയുള്ള മുറികൾ തന്നെയാണ് ഓരോരുത്തരും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുപോലെ ബാത്റൂമുകളിൽ ഉപയോഗിച്ചിരിക്കുന്ന ഫിറ്റിങ്സ് ആണെങ്കിൽ തന്നെയും വലിയ, അതായത് സാധാരണ നമ്മളൊക്കെ വീട് വെക്കുന്ന സമയത്ത് ഏതൊക്കെ കമ്പനികളുടെ സാധനങ്ങളാണോ വാങ്ങി ഉപയോഗിക്കുന്നത് അതുപോലെയുള്ള നിലവാരമുള്ള കമ്പനി സാധനങ്ങൾ തന്നെ വാങ്ങിയിട്ടാണ്
എല്ലാം ഫിറ്റ് ചെയ്തിരിക്കുന്ന അടക്കം ഷാജൻ സ്കറിയ പറയുന്നുണ്ടായിരുന്നു. ആ BJP-കാരൻ പോലും അവ പറഞ്ഞു വേറൊരു വീട് ഇവരുടെ ഒരു എഡ്യൂക്കേഷൻ സമിതി ചേർന്നിട്ട് വേറൊരാൾക്കൊരു വീട് വെച്ചു കൊടുത്തിരുന്നു. അതായത് അന്ന് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലൊക്കെ പങ്കെടുത്ത് വീട് അങ്ങനെയുള്ള ഒരാളുണ്ട്, അവിടെ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുകയും 1-2 പേരുടെ ജീവൻ രക്ഷിക്കുകയൊക്കെ ചെയ്ത ഒരാളുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു വീട് വെച്ചു കൊടുത്തിരുന്നു. അപ്പോൾ ആ വീട് ഭയങ്കര സംഭവമായിട്ടാണ് ഈ ഷാജൻ കാണിക്കുന്നത്. ആ വീട് വെച്ചു കൊടുത്തു, ആ വീട് വളരെ ഭംഗിയായി ചെയ്തിരിക്കുന്നു. അപ്പോൾ ചോദിച്ചപ്പോൾ സർക്കാർ വെച്ച് കൊടുക്കുന്ന വീടിനേക്കാൾ ചെറിയ വീടുകളാണ്, ചെറിയ 720 സ്ക്വയർ ഫീറ്റ് അങ്ങാണ്ട് മാത്രമുള്ള ഒരു വീടാണ് അവർ വെച്ചു കൊടുത്തത്. അപ്പം അതൊരു എഡ്യൂക്കേഷണൽ സംഗതി. പക്ഷേ അത്രയൊന്നും ഉറപ്പ്, അതായത് 30 ലക്ഷം രൂപയോളം ചെലവ് വന്നിട്ടാണ് അത്ര ആ വീട് നിർമ്മിച്ചത് എന്നാണ് പറയുന്നത്. വളരെ ഭംഗിയുള്ള വീട് തന്നെയാണ്, അതിലൊന്നും നമുക്ക് യാതൊരു തെറ്റും പറയാനില്ല. പക്ഷേ ഇതിനെ ഇനിയൊരു അവിടെ പ്രകൃതി ദുരന്തം ഉണ്ടായാൽ അതിനെ അതിജീവിക്കുമോ എന്നുള്ള കാര്യത്തിൽ മാത്രമേ സംശയമുള്ളൂ. ഇപ്പോൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ഒരു സൂപ്പർവൈസറുമായി ഈ ഷാജൻ സംസാരിച്ചിരുന്നു. അപ്പോൾ അവിടെ എന്തെങ്കിലും കുത്തിത്തിരിപ്പുണ്ടാണെന്ന് അറിയണമല്ലോ. അപ്പോൾ അവിടെ നോക്കിയപ്പോഴും സംഭവം സേഫാണ്. ഏകദേശം ഇപ്പം എത്ര വീടുകളുടെ പണി നടക്കുന്നുണ്ട് എന്നുള്ളതായിരുന്നു ചോദ്യം. അപ്പോൾ വീടുകളുടെ പണി നടക്കുന്നുണ്ട്, അതായത് ഏകദേശം 150 മുതൽ 200 വീടുകളുടെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അറ്റ് എ ടൈം. ഏകദേശം 600-ലധികം ജോലിക്കാർ, തൊഴിലാളികൾ അവിടെ പണിയെടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കൂ, 600-ലധികം തൊഴിലാളികൾ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ടൗൺഷിപ്പിന്റെ നിർമ്മാണം നടക്കുന്നതാണ് അവിടെ. 150 മുതൽ 200 വരെ ഉള്ള വീടുകളുടെ പണി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. സർക്കാരിന് കിട്ടിയ പണമൊക്കെ എവിടെ പോയി എന്നുള്ള എല്ലാവരുടെയും ചോദ്യം നമ്മുടെ മുന്നിൽ ഇപ്പോഴും ഉണ്ട്. ഇവിടെ CMDRF-ലേക്ക് പണം നൽകരുത്, അതിന് പകരം KPCC-ക്ക് കൊടുക്കുക, മുസ്ലിം ലീഗിന് കൊടുക്കുക, അതല്ലാന്നുണ്ടെങ്കിൽ ഇവിടുത്തെ സംഘപരിവാറുകാരെ ഏൽപ്പിക്കുക എന്നടക്കമുള്ള പല പ്രചരണങ്ങളും കേരളം ഒട്ടുക്ക് നടന്നിട്ടുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ യൂത്ത് കോൺഗ്രസിനാണ് ആ പണം കൊടുത്തിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ? നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ തുകയിൽ നിന്നും ഒരു വിഹിതം യൂത്ത് കോൺഗ്രസിലേക്കാണ് വീട് പണിഞ്ഞു കൊടുക്കാൻ വേണ്ടി നമ്മൾ കൊടുത്തിരുന്നെങ്കിലോ? ലീഗ് സ്ഥലം ഏറ്റെടുത്തു എന്ന് പറയുന്നു, അത് എവിടെയാണെന്ന് ഇതുവരെ ലീഗുകാർക്ക് പോലും തൃപ്തിയാണ് അല്ലെങ്കിൽ കൃത്യമായി കാണിക്കാൻ കഴിയാത്ത സ്പേസ് ആയി പോയില്ലേ? അപ്പോൾ അതിന് സ്ഥലമില്ലാത്ത ഒരവസ്ഥ വന്നു. ഇനി വേറെ ഏതൊക്കെ സംഘടനകൾ എവിടെയൊക്കെ വീട് വെച്ചു കൊടുത്തു? അതെല്ലാം ഈ പറയുന്ന ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ടിട്ടാണോ? അല്ലെങ്കിൽ ഈ ടൗൺഷിപ്പിൽ ഉണ്ടാക്കുന്ന അതിന് പുറത്തേക്ക് എവിടെയൊക്കെ വീട് വെച്ചു കൊടുത്തിട്ടുണ്ട്? ഇതിനെക്കുറിച്ചൊന്നും കണക്കുകളില്ല. പക്ഷേ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം എത്ര വീടുകൾ വെച്ചു കൊടുക്കുന്നുണ്ട് എന്നും ആ വീടിന് എത്രത്തോളം ഉറപ്പുണ്ടെന്നും അവിടെ പോയവർക്ക് മനസ്സിലാവും. അത് കൃത്യമായി ഷാജൻ സ്കറിയ കണ്ട് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ ചാനലിലൂടെ ആ വാർത്ത പുറത്തുവിടുന്നത്. അത് വലിയ ഒരുപക്ഷെ അദ്ദേഹത്തിനെ പറ്റിയ അമളിയായിരിക്കും അത്. അപ്പം ഞാൻ അത് കാണുന്ന സമയത്തൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിച്ചിരുന്നു, ഈ ഷാജൻ സ്കറിയയെ സംബന്ധിച്ചിടത്തോളം സർക്കാർ വിരുദ്ധതയല്ലേ അദ്ദേഹം പറയേണ്ടിയിരുന്നത്? അപ്പൊ ഇവിടെ അങ്ങനെ ഒരു സ്റ്റോറി കിട്ടുമോ എന്നറിയാൻ വേണ്ടിയാണ് അദ്ദേഹം അവിടെ പോയത്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ സംഗതി ആകെ മാറി മറിഞ്ഞു. എന്തായാലും ഷാജൻ സ്കറിയയ്ക്കുള്ള 8ന്റെ പണിയായിരുന്നു അത് എന്ന് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. പിന്നെ തന്നെയുമല്ല, അവരുടെ വീടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏകദേശം ജാനുവരിയോട് കൂടി തന്നെ വീടുകളെല്ലാം തന്നെ കൈമാറ്റം ചെയ്യാൻ കഴിയും എന്ന് തന്നെയാണ് അതിൻ്റെ സൂപ്പർവൈസറായിട്ടുള്ള വ്യക്തി പറയുന്നത്. കാര്യം അത്രത്തോളം വേഗതയിലാണ് അവിടെ പണി നടക്കുന്നത്. എന്നിട്ട് ഇത് എന്നാൽ നമ്മൾ വിചാരിക്കാവുന്ന വിദൂരതയിൽ എവിടെയെങ്കിലും ആണ് എന്ന് അല്ല, കൽപ്പറ്റ ടൗണിനോട് ചേർന്ന് നിന്നുകൊണ്ട് അവിടെ നിന്നുകൊണ്ട് തന്നെ കൽപ്പറ്റ ടൗൺ കാണാൻ കഴിയുന്ന തരത്തിലുള്ള അകലം മാത്രമാണ് ഉള്ളത് എന്നുള്ളത് നമുക്കറിയാം. അപ്പം അവിടെ പോയവർക്ക് അല്ലെങ്കിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് പിന്നീട് സർക്കാർ ചേർന്നൊരു വീട് വെച്ചു കൊടുക്കുമ്പോൾ അവർക്ക് അവരുടേതായ സുരക്ഷിതത്വം ഉറപ്പുവരുത്തേണ്ടത് ഒരു സർക്കാരിൻ്റെ ബാധ്യതയാണ്. നാളെ സർക്കാർ വെച്ചു കൊടുത്ത വീട് നാളെ ഏതെങ്കിലും ഒരു ചെറിയ കാറ്റടിച്ചാൽ പോലും, ചെറിയൊരു വെള്ളമൊഴുക്കുണ്ടായാൽ പോലും പൊളിഞ്ഞു വീഴുന്ന ഒന്നാകരുത് എന്ന് സർക്കാരിന് ബോധ്യമുണ്ട്. ആ ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് ഈ വീട് നിർമ്മിക്കുന്നത്. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം, അതിൻ്റെ കോൺക്രീറ്റിൻ്റെ അടക്കം, അതിൻ്റെ ഫൗണ്ടേഷൻ്റെ നിർമ്മാണ രീതി അടക്കം അതാണ് നമുക്ക് തെളിയിച്ചു തരുന്നത്. പക്ഷേ ഇതൊക്കെ ഒരു വലിയ പ്രശ്നമാണ്. കാര്യം ഇവിടെ സർക്കാരിൻ്റെ കാശ് മുഴുവൻ സർക്കാർ പുട്ടടിച്ച് കളയുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണ്, സർക്കാരിന് കാശ് കൊടുക്കരുത് എന്ന് പറയുന്ന ഒരു വിഭാഗം അവിടെ നിൽക്കുന്നു. അവരുടെയൊക്കെ വീടുകളുടെ നിർമ്മാണം എവിടം വരെ എത്തി എന്നൊരു ചോദ്യവും നമ്മുടെ മുന്നിലുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. അപ്പോഴാണ് ഈ നിലയ്ക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇത്രയും നല്ല സർക്കാർ വിരുദ്ധത നിറഞ്ഞു നിൽക്കുന്ന ഒരു വാർത്തയ്ക്ക് വേണ്ടി ശ്രമിച്ച് പുലിവാല് പിടിക്കുകയും സത്യാവസ്ഥ പുറത്തേക്ക് കൊണ്ടുവരികയും ചെയ്ത ഷാജൻ സ്കറിയയ്ക്ക് ഒരു ബിഗ് സല്യൂട്ട്.